എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ആർമിയുടെ ആർട്ടിലറി സെന്റർ NRCയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ എത്തിക്കുകയാണ്. നേരത്തെ എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു എങ്ങനെ ഇതിനെ അപ്ലൈ ചെയ്യാമെന്ന്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ റിക്രൂട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. ഫയർമാനിലേക്ക് 4 വേക്കൻസി ഉണ്ട്, സൈസിലേക്ക് 1 വേക്കൻസി, സാലിലേക്ക് 1 വേക്കൻസിയാണ്. ടോട്ടൽ 6 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് 10ാം ക്ലാസ് പ്ലസ് 2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം നോക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അഡ്രസ്സ് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ടു ദ കമാൻഡ് എന്ന് പറഞ്ഞ്. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അവിടെ എഴുതുക. അഡ്വർടൈസ്മെന്റ് നമ്പർ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നെയിം ഫുൾ ബ്ലോക്ക് ലെറ്റർ എന്നുവെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ നെയിം എഴുതുക. ഫാദേഴ്സ് നെയിം ഓർ ഹസ്ബൻഡ്സ് നെയിം ചോദിച്ചിട്ടുണ്ട്. സെറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്. ആസ് പെർ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രകാരമായിരിക്കണം എഴുതിയിരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ഇതിൻ്റെ കൂടെ, ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് ഏജ് ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് റെസിപ്പിയന്റ് ആപ്ലിക്കേഷൻ, എത്ര വയസ്സുണ്ട്, എത്ര മാസമായി, എത്ര ദിവസമായി എന്ന് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർഷൽ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്. നാഷണാലിറ്റി ചോദിച്ചിട്ടുണ്ട്. റിലീജിയൻ ഓർ കാസ്റ്റ് ഓർ സബ് കാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അതുതന്നെ അതിൻ്റെ അറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് പ്ലസ് 2 അല്ലെങ്കിൽ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ബോർഡ്, ഇയർ, ഒബ്റ്റൈൻ മാർക്ക്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് നമ്പർ ആൻഡ് ഡേറ്റ് വിത്ത് ഡിസ്ട്രിക്ട്, ഇപ്പോൾ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്ത് പിൻ കോഡ് എഴുതിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും അവിടെ മെൻഷൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ ആപ്ലിക്കൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിരിക്കുന്നത്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. താങ്ക്